വെൽക്കം ബാക്ക് ടു എജ്യൂബിൾസ് ലേണിംഗ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, NCET എക്സാമിന് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പഠിച്ച് ഏപ്രിൽ 17 18 എക്സാം എഴുതാൻ ഇരിക്കുന്ന മക്കളെ, നിങ്ങൾക്കുള്ള ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. NCET എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ആയിരിക്കുകയാണ്. ഇന്ന് രാത്രി അഥവാ ഏപ്രിൽ 13 രാത്രിയാണ് നമ്മുടെ അഡ്മിറ്റ് കാർഡ് റിലീസ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ NCET സൈറ്റിൽ കയറിയാൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കയറിയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. അതിന്റെ ഒരു പബ്ലിക് നോട്ടീസ് ആണ് ഇവിടെ ഉള്ളത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, പ്രിയപ്പെട്ട മക്കളെ, NCET എക്സാമിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു. അതിനുശേഷം നമുക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒരു സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പാണ്. അത് എന്തിനാണ് ഒരു സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ്? നമുക്കറിയാം, ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് എക്സാം എഴുതുന്നുണ്ട്. മേ ബി കേരളത്തിൽ കൊടുത്തിരിക്കുന്ന സെന്റേഴ്സ് ഒക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന 4 സെന്റേഴ്സ് കേരളത്തിലെ സെന്റേഴ്സ് ആണെങ്കിലും ഒരുപക്ഷെ നമുക്കത് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം കേരളത്തിലെ എല്ലാ സെന്റേഴ്സിലും വെച്ചത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു സൗകര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യമില്ല. അപ്പൊ എന്താണ് ചെയ്യുക? നിലവിലുള്ള സീറ്റുകൾ വെച്ച് അവിടെയുള്ള കുട്ടികളെ ഫില്ലായതിനു ശേഷം അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് ബാക്കിയുള്ളവർക്ക് എക്സാം സെന്റർ ആക്കി കൊടുക്കും. അപ്പൊ ആ എക്സാം സെന്റർ ഏത് സ്ഥലത്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യമേ ഒരു സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് കൊടുക്കും. അവിടേക്കുള്ള യാത്രകൾ കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ സിറ്റി ഇന്റിമേഷൻ കിട്ടി. ആ സിറ്റി ഏതാ നിങ്ങളൊക്കെ മനസ്സിലാക്കി. ഇപ്പൊ ആ സിറ്റിയിൽ ഏത് സെന്ററിലാണ് നമുക്ക് എക്സാം എന്നറിയുന്ന അഡ്മിറ്റ് കാർഡ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ഏത് ഷിഫ്റ്റിലാണ്, എപ്പോഴാണ്, ഏത് ദിവസമാണ് എക്സാം അല്ലെ? നേരത്തെ ഏപ്രിൽ 17 മാത്രമായിരുന്നു NCET എക്സാം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഏപ്രിൽ 17 ഏപ്രിൽ 18 എക്സാം ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വിശദമായിട്ട് NCET അഡ്മിറ്റ് കാർഡിനെ കുറിച്ച് വന്ന പബ്ലിക് നോട്ടീസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാം, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 13 ഏപ്രിൽ വന്നിരിക്കുന്ന ഈ ഒരു പബ്ലിക് നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കണ്ടക്ടിങ് ഏപ്രിൽ 17 ഏപ്രിൽ 18 കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അഡ്മിറ്റ് കാർഡാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതിൽ അഡ്മിറ്റ് കാർഡ് 13 ഏപ്രിൽ എന്തായിട്ടുണ്ട്? റിലീസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? NCET exam.nta.nic.in/NCET/ എന്ന് പറയുന്ന സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അഡ്മിറ്റ് കാർഡ് എന്ത് ചെയ്യാണ്? അവർക്കൊരു പ്രൊഫഷണൽ അഡ്മിറ്റ് കാർഡാണ്. അപ്പൊ അവർ അതിന്റെ കാൻഡിഡേറ്റ്സിന്റെ ഫുൾ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താൽ മാത്രം, അതായത് അത് നിങ്ങൾ കൊടുത്തിരുന്ന ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയാലാണ് ആ അഡ്മിറ്റ് കാർഡ് എന്ത് ചെയ്യുക? ഫൈനലൈസ് ആവുക. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും അഡ്മിറ്റ് കാർഡ് ഒരു പോസ്റ്റ് ബൈ എന്തായിട്ടില്ല, സെൻഡ് ചെയ്യുകയില്ല. നിങ്ങൾ എല്ലാവരും സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യുക തന്നെ വേണം. ആർക്കും മെയിൽ വഴിയോ പോസ്റ്റ് വഴിയോ എന്തായിട്ടില്ല, അയക്കില്ല. ഓക്കെ, അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾ ഒരു ചേഞ്ചും നിങ്ങൾക്ക് വരുത്താൻ പറ്റില്ല. അഡ്മിറ്റ് കാർഡ് പ്രിന്റ് എടുത്ത് വെക്കുക, അല്ലാതെ അതിൽ എന്തെങ്കിലും തിരുത്തൊക്കെ വരുത്തിയിട്ട് നിങ്ങൾക്ക് എക്സാം സെന്ററിലേക്ക് പോകാൻ പറ്റില്ല എന്ന അടുത്ത കാര്യം വരുന്നത്. ഓക്കെ, ഇഷ്യൂ ഓഫ് അഡ്മിറ്റ് കാർഡ് ഹവർ ഷാൽ നോട്ട് ബി നെസസറിലി മീൻ അക്സെപ്റ്റൻസ് ഓഫ് എലിജിബിലിറ്റി. നിങ്ങൾക്ക് എക്സാമിന് ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടി എന്ന് വിചാരിച്ച് നിങ്ങൾ എന്തായിട്ടില്ല, നിങ്ങൾ ആ ഒരു കോഴ്സിന് ഫുൾ അഡ്മിഷൻ ലഭിക്കാനുള്ള പ്രോസസ് എല്ലാ ക്രൈറ്റീരിയ നിങ്ങൾ ഫുൾഫിൽ ചെയ്തു എന്ന അർത്ഥമില്ല. കാരണം സ്വാഭാവികം നിങ്ങൾ എക്സാമിന് അപ്ലിക്കേഷൻ കൊടുത്ത് ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് അത് വെരിഫൈ ചെയ്തിട്ടല്ല, നിങ്ങളെല്ലാം എലിജിബിൾ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടല്ല നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് തരുന്നത്. ഇപ്പോൾ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്മിറ്റ് കാർഡ് തരികയാണ്. എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിച്ചിട്ടേ നിങ്ങൾ കോഴ്സിന് എലിജിബിൾ ആണെന്ന് ഉറപ്പ് വരുത്തുള്ളൂ. അപ്പം ഈ അഡ്മിറ്റ് കാർഡ് കിട്ടിയത് കൊണ്ട് നിങ്ങൾ ഈ കോഴ്സിന് എലിജിബിൾ ആണെന്ന് നിങ്ങൾ കരുതരുത് എന്നുകൂടെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അതെന്തായിരിക്കും? അഡ്മിഷൻ പ്രോസസിന്റെ സമയത്തായിരിക്കും അതിന്റെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കുക. ഓക്കെ, ഈ അഡ്മിറ്റ് കാർഡിന്റെ ഒരു കോപ്പി എടുത്ത് നല്ല രീതിയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് NTA നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഇതിന്റെ കോപ്പി എടുത്തിട്ടാണ് നമ്മൾ എക്സാം സെന്ററിൽ എഴുതാൻ പോകുമ്പോൾ നമ്മൾ ഇതിന്റെ കോപ്പി ആയിട്ട് പോവുക. ഓക്കെ, കൂടുതൽ അപ്ഡേറ്റ്സിന് NTA വെബ്സൈറ്റിൽ റെഗുലർ ആയിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യണം എന്നും പറയുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന NTA ഹെൽപ്പ് ഡെസ്ക് നമ്പറിലോ അല്ലെങ്കിൽ ആ ഇമെയിലോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാമെന്നും NTA പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പബ്ലിക് നോട്ടീസിൽ ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അഡ്മിറ്റ് കാർഡ് എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഒരു അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്ക് എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും നമ്മുടെ ഒരു അഡ്മിറ്റ് കാർഡിന്റെ ഒരു ഇന്റർഫേസ് ഉണ്ടായിരിക്കുക. അതിൽ നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടാവും, ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, അതുപോലെ തന്നെ നെയിം, ഫാദേഴ്സ് നെയിം, നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു സ്കാനർ അത് നമുക്ക് വളരെ ബാർകോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ എക്സാം സെന്ററിലൊക്കെ പോയാൽ ഈ ബാനർ വെച്ചിട്ടാണ് നമുക്ക് അവിടേക്കുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്കുള്ള ആക്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇതൊരിക്കലും നല്ല വൃത്തിയിൽ പ്രിന്റ് ചെയ്യാനാവുന്ന ഒരു
പ്രിന്റ് ചെയ്തിട്ട് എടുക്കണം. അത് മയഞ്ഞു പോകുന്ന രീതിയിലൊന്നും പ്രിന്റ് എടുത്ത് വെക്കരുത്. നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് പിന്നെ നിങ്ങളുടെ പേപ്പേഴ്സിന്റെയും ഇപ്പം ഈ സ്ഥലത്തിൽ ഇത് മൈസൂർ കർണാടകയിലാണ് ഇവർക്ക് ഒരു സെന്ററായിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതിൽ അവർക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാം എന്താണ് 3 മണി മുതൽ 6 മണി വരെയുള്ള ഏപ്രിൽ 17 3 മണി മുതൽ 6 മണി വരെയുള്ള ഷിഫ്റ്റിലാണ് അവർക്കുള്ള മുഴുവൻ പേപ്പേഴ്സിനും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓർഡറിലാണ് അവർക്ക് 1 to 2:30 ആ ഒരു രീതിയിലാണ്. അപ്പോൾ അവർക്ക് 3 മണിക്ക് എക്സാം തുടങ്ങുന്ന ഒരു എക്സാമിന് അവരവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത് 1 മണിക്കാണ്. 1 മണി മുതൽ 2:30 വരെ നിങ്ങൾക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാം. 2:30ക്ക് ഗേറ്റ് ക്ലോസ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് അവിടേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അപ്പോൾ 3 മണിക്ക് തുറക്കുന്ന എക്സാമിന് 2:30ന്റെ മുമ്പെങ്കിലും അവിടെ എത്തണം. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ യാത്രാ സൗകര്യങ്ങൾ തയ്യാറാക്കി ഒരിക്കലും അവസാന മിനിറ്റിൽ തന്ത്രപ്പാട് കാണിച്ച് അവിടെ എത്തിയിട്ട് എക്സാം എഴുതാൻ പറ്റാത്തൊരവസ്ഥയിൽ നിങ്ങൾ വരുത്തരുത്. കാരണം അരമണിക്കൂർ മുമ്പ് എന്തായാലും ഗേറ്റ് ക്ലോസ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ പ്രവേശിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ടെസ്റ്റിന്റെ വെന്യൂ നേരത്തെ സിറ്റി കൊടുത്ത ആ സിറ്റിയിലുള്ള ഒരു ടെസ്റ്റിന്റെ വെന്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കി അവിടേക്ക് നേരത്തെ തന്നെ എത്തുക. അപ്പോൾ ഈ പേപ്പറിൻ്റെയും സെൻറ്റർ അവർക്ക് ഒന്നായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു എക്സാം ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഒരു ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഫോട്ടോ നല്ല കളർ ഫോട്ടോഗ്രാഫ് എടുത്ത് വെച്ചിട്ട് ഇവിടെ ഫിക്സ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ കാൻഡിഡേറ്റ്സിൻ്റെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ എന്ത് ചെയ്യണം, ഇവിടെ ചെയ്തു വെക്കുക. നേരത്തെ എക്സാം സെൻറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ലെഫ്റ്റ് തമ്പ് ചെയ്തു വെക്കണമെന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ, ഞാൻ ഒരിക്കലും പറയുന്നില്ല, ചില സ്ഥലങ്ങളിൽ അവിടെ ഇത് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊരിക്കലും നിങ്ങൾ ഉറപ്പിക്കരുത്. പിന്നെ ഇവിടെ മാനുവലി നിങ്ങൾ ഇൻവിജേറ്ററിൻ്റെ പ്രസൻസോട് കൂടെ നിങ്ങൾ സൈൻ ചെയ്യേണ്ട സ്ഥലമാണ് ഇവിടെ. ഇതിൽ പ്രധാനപ്പെട്ട് പറയുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഇവിടെയുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാം. കാൻഡിഡേറ്റ്സ് മസ്റ്റ് റീച്ച് സെൻറ്റർ, നേരത്തെ പറഞ്ഞതുപോലെ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം, എക്സാം സെൻറ്ററിൽ നേരത്തെ തന്നെ എത്തണം. ഗേറ്റ് ഓഫ് ക്ലോസിംഗ് ടൈമിന് ശേഷം ഒരു കാരണവശാലും ഉള്ളിൽ നിങ്ങളെ കടത്തുന്നതല്ല. പിന്നെ എക്സാം ഒരിക്കലും അവസാനിക്കാതെ ഒരു കാൻഡിഡേറ്റ്സിനെയും പുറത്തേക്ക് പറഞ്ഞയക്കുന്നതല്ല. പിന്നെ എക്സാം കംപ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്യാനും അത് തുടങ്ങാനും ഒക്കെ കംപ്ലീറ്റ് നിങ്ങളുടെ ഇൻവിജിലേറ്റർ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഈ അഡ്മിറ്റ് കാർഡ് സ്ട്രിക്ട്ലി ഡൗൺലോഡ് ചെയ്തതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എന്തായിരിക്കണം, വായിച്ച് മനസ്സിലാക്കി വെക്കണം എന്ന് പറയുന്നുണ്ട്. അവരുടെ എക്സാമിൻ്റെ സിറ്റിയും വെന്യൂം ലൊക്കേഷനൊക്കെ മനസ്സിലാക്കി പോകണം. അഡ്മിറ്റ് കാർഡ്, പിന്നെ നിങ്ങൾ എക്സാം സെൻറ്ററിൽ പോകുമ്പോൾ പ്രത്യേകമായിട്ട് കരുതേണ്ട സാധനങ്ങൾ, നോ കാൻഡിഡേറ്റ് വുഡ് ബി അലൗഡ് ടു എൻ്റർ ദ എക്സാമിനേഷൻ വിത്തൗട്ട് ആൻ അഡ്മിറ്റ് കാർഡ്. അഡ്മിറ്റ് കാർഡ് വളരെ മാൻഡേറ്ററി ആണ്. വാലിഡ് ID പ്രൂഫ്, നിങ്ങളെടുത്ത് എന്തായാലും ഒരു വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ് ഉണ്ടായിരിക്കണം. ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ പാൻ കാർഡോ എന്തായാലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രോപ്പർ ഫ്രിസ്കിങ്. അതായത് നിങ്ങളുടെ എന്തായിരിക്കും, ആ ഒരു സ്ഥലത്ത് നിങ്ങളുടെ ബോഡി മൊത്തം അനലൈസ് ചെയ്തിട്ട് എന്തെങ്കിലും മെറ്റൽ കാര്യങ്ങളൊന്നും ഇല്ലാതെ അതായത് നമ്മളൊരു എക്സാം CBT മോഡൽ എക്സാം സെൻറ്ററിലേക്ക് ഇറക്കുമ്പോൾ നമുക്കൊരു മെറ്റലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല. ആ കാര്യങ്ങളൊക്കെ, നമ്മുടെ ബെൽറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ, കാതിൽ കമ്മൽ, അതൊക്കെ നേരത്തെ ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾ അവിടേക്ക് പ്രവേശിക്കാൻ. ബെൽറ്റ് കാര്യങ്ങളൊക്കെ, നമ്മുടെ ശരീരത്തിൽ ഒരു മെറ്റൽ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. എന്തൊക്കെയാണ് എക്സാമിനേഷൻ ഹാളിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, പേഴ്സണൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിലും പെന്നും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അഡീഷണൽ ഫോട്ടോഗ്രാഫ് ആപ്ലിക്കേഷൻ ഫോമിൽ അപ്ലോഡ് ചെയ്യേണ്ടതും, അതുപോലെ തന്നെ രണ്ട് അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തേക്കണം, 2 കോപ്പി. ഒരു കോപ്പി ആദ്യമേ അവിടെ സബ്മിറ്റ് ചെയ്യാനും പിന്നെ ഒരു കോപ്പി ഉള്ളിലേക്ക് കൊണ്ടുപോകാനും. അപ്പോൾ അതിലേക്ക് അഫിക്സ് ചെയ്യാനുള്ള ഒരു പേപ്പർ കൂടെ, ഒരു ഫോട്ടോ കൂടെ എക്സ്ട്രാ നിങ്ങൾ കയ്യിൽ കരുതണം. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് സെൽഫ് ഡിക്ലറേഷൻ, അല്ലേ? നമ്മൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ ഡിക്ലറേഷനൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു പേജും കൂടെ നിർബന്ധമായിട്ടും അതിൻ്റെ കൂടെ ഉണ്ടാവണം. പിന്നെ നിങ്ങൾ സെൽഫ് ഡിക്ലറേഷൻ എടുക്കുന്ന ആളുകളാണെങ്കിൽ ചില ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സെൽഫ് ഡിക്ലറേഷൻ ഏതൊക്കെ സമയത്താണ് വേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്. അത് സെൽഫ് ഡിക്ലറേഷനൊക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ അതിനും കൂടെ അതിൻ്റെ സെൽഫ് ഡിക്ലറേഷനൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അവിടെ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. PWD സർട്ടിഫിക്കറ്റ്, സ്ക്രൈബ് റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ്, അതാണ് അതിൽ പ്രധാനമായിട്ട് പറയുന്നത്. ID പ്രൂഫായിട്ട് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID, പാസ്പോർട്ട്, ആധാർ കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫാണ് കേട്ടോ. റേഷൻ കാർഡ്, ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ വാലിഡ് ID പ്രൂഫായിട്ട് പരിഗണിക്കുന്നത്.
പിന്നെ അതുപോലെ തന്നെ ഒരു ഇലക്ട്രോണിക് ഡിവൈസസും മൊബൈൽ ഫോൺ അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസസും എക്സാം ഹാളിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ബാക്കി എക്സാം സെൻറ്ററിൻ്റെ ഓരോ ഫീച്ചേഴ്സും സവിശേഷതയൊക്കെ പറയുന്നുണ്ട്. ഫുള്ളി ഇൻ്റർനെറ്റ് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള സ്ഥലമായിരിക്കും. അതുപോലെ തന്നെ CCTV എല്ലാ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മോശമായിട്ടുള്ള പ്രവർത്തിക്കുക, ഒരു കോപ്പി ഐഡി അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ നിന്ന് മുതിരരുത്. ബ്ലൂടൂത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ചിട്ട് അതൊക്കെ വളരെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ട് സെക്യൂരിറ്റി ഉള്ള ഒരു എക്സാം സെൻറ്റർ ആയിരിക്കും. അത് ഫുൾ അണ്ടർ CCTV സർവൈലൻസ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. ഈ ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങളുടെ ഒക്കെ അഡ്മിറ്റ് കാർഡിൻ്റെ ബാക്കിയുണ്ടാകും. നിർബന്ധമായിട്ടും നിങ്ങളത് വായിക്കുക, കാര്യങ്ങളൊക്കെ ഡിക്ലെയർ ചെയ്യുക, അതിനുശേഷം എക്സാം ഹാളിൽ എത്തുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു. നന്ദി.